Recording in progress. എ ഹെൽത്തി ലൈഫ്. നമുക്ക് എത്ര ആൾക്കാർക്ക് ഹെൽത്തി ആയിരിക്കാൻ ആഗ്രഹമുണ്ട്? എല്ലാവർക്കും നമുക്ക് ഹെൽത്തിനെ അല്ലെ, ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്ത് ആണ്. അപ്പൊ എൻ്റെ കുറച്ച് ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എ ജേർണി ടു ബെറ്റർ ഹെൽത്തി ലൈഫ്. സോ വെൽക്കം ടു ഓൾ. മൈ നെയിം ഈസ് ഷാനവാസ്. ഞാനൊരു ബിസിനസ് പ്രൊഫഷണലാണ്. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്നു. ഞാനൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് കോച്ച് ആവാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഹെൽത്തി ഹാബിറ്റ്സ്? നമ്മൾ രാവിലെ വേക്കപ്പ് ഏർലി, രാവിലെ നമ്മൾ എഴുന്നേൽക്കണം. അത് നമ്മുടെ ഒരു ദിവസത്തിന്റെ തുടക്കം എന്നുള്ളത് രാവിലെ നമുക്ക് മാക്സിമം. ഞാൻ എൻ്റെ ഒരു 5 മണി, രാവിലെ 5 മണിക്ക് സൂര്യനൊക്കെ ഉദിക്കുന്നതിന് മുന്നേ ഞാൻ എഴുന്നേൽക്കും. അതിന് എൻ്റെ റൊട്ടീൻസ് എന്താണ്? ഒരു 2 ഗ്ലാസ് വെള്ളം മിനിമം ഞാൻ കുടിക്കും. പിന്നെ കുറച്ച് മെഡിറ്റേഷൻ ചെയ്യും. മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ്സ് നല്ല ബ്രീത്ത് ചെയ്യേ, ഒരു 10 സെക്കൻഡ് നമ്മൾ ഇൻ ചെയ്യേ, പിന്നെ ഒരു 10 സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യുക, അത് ഹോൾഡ് ചെയ്യേ, എന്നിട്ടൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ അത് റിലീസ് ചെയ്യേ. ഒരു 10 മിനിറ്റ്സ് നമ്മൾ മൈൻഡൊക്കെ കാമായിരിക്കണം കേട്ടോ, വളരെ കാമായിരിക്കണം മൈൻഡൊക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? എക്സസൈസ്. ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാവർക്കും ഭയങ്കര മടിയിലെ സംഭവമല്ല എക്സസൈസ് ചെയ്യാൻ. പക്ഷെ എനിക്ക് ഹെൽത്തി ലൈഫ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടം കേട്ടോ എക്സസൈസ്. ഞാൻ കുറച്ച് എന്ത് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു ആഴ്ചയിൽ നമ്മൾ 150 മിനിറ്റ് എങ്കിലും നമ്മൾ നമ്മുടെ കാർഡിയോന് വേണ്ട എക്സസൈസ് ചെയ്യണം. ഒരു ബ്രിക്സ് വാക്കിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ ജോഗിങ് ആയിരിക്കണം. നമ്മൾ എപ്പോഴും ചെയ്യണം. നമ്മുടെ ബ്ലഡ് പ്രഷർ ലെവല് നിയന്ത്രിക്കാനും എല്ലാത്തിനും അത് വളരെ ഉത്തമമാണ്. സോ നമ്മൾ എക്സസൈസ് ചെയ്തതിന് ശേഷം പിന്നെയാണ് മെയിൻ സംഭവം, ഹെൽത്തി ഫുഡ്. നമ്മുടെ കഴിക്കുന്ന ഫുഡ് നമ്മളെന്തായിരിക്കണം? ഹെൽത്തി ആയിരിക്കണം. വളരെ മസ്റ്റാണ്. ഞാനൊരു സൊല്യൂഷൻ, ഒരു ഫോർമുല നിങ്ങൾക്ക് പറഞ്ഞുതരാം ഹെൽത്തിന്റെ. എന്താണത്? 50% ഡയറ്റ് ആണ്, ഫുഡ് കൺട്രോൾ ആണ്. 25% വർക്കൗട്ട് ആണ്, എക്സസൈസ് ആണ്. ബാക്കിയുള്ള 25% റെസ്റ്റ് ആണ്. ഇതാണ് നമ്മുടെ ഹെൽത്തി ഹാബിറ്റ്സിന്റെ ഫോർമുല. സോ അടുത്തത് നമ്മുടെ ഡിസൈൻ, നമ്മുടെ ഫുഡ് നമ്മൾ ഡിസൈൻ ചെയ്യണം. അതെങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക? നമ്മുടെ ഫുഡ് പ്ലേറ്റ്, നമുക്കൊരു പ്ലേറ്റ് ഉണ്ടാവും. നമ്മൾ പ്ലേറ്റിലല്ലേ ഭക്ഷണം കഴിക്കുക. അപ്പൊ ആ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് എന്ത് ചെയ്യുക? നമ്മളൊരു 4 ഡിവൈഡ് ചെയ്യുക. 4. അതിൽ നമുക്ക് എന്തൊക്കെ വേണം? പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്. പക്ഷെ നമ്മൾ കേരളക്കാർ എന്താ ചെയ്യുന്നത്? ഒരു പറ ചോറങ്ങിടും, എന്നിട്ട് കുറച്ച് കറി, കുറച്ച് ഇത്, ഒരു മീൻ പൊരിച്ച്. അപ്പൊ എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാടായി. നമുക്ക് ഒരു ദിവസം നമുക്ക് ഓടാനുള്ള കലോറി മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണോ? ഈ ഒരു ഫുഡിനെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ഡിസൈൻ ചെയ്യണം. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. പ്രോട്ടീൻ, കാർബോ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു ഫുഡ് പ്ലേറ്റ് ഉണ്ടാക്കുക. അടുത്തത് എന്തിനാണ് നമ്മൾ ഹെൽത്തി ഫുഡ് ചോയ്സ് ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ഹെൽത്തി ഫുഡ് ചെയ്യുന്നത്? കാരണം ഈ കാലഘട്ടത്തിൽ എത്രമാത്രം അസുഖങ്ങളുണ്ട്. ഒരുപാട് അസുഖങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലേ. ഏറ്റവും കൂടുതൽ അസുഖമാണ് ഡയബറ്റീസ്. ഈ ഫുഡ് കൺട്രോൾ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് വരാവുന്ന ഏറ്റവും വലിയ ഒരു രോഗമാണ് ഡയബറ്റീസ്. നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചെടുത്തിട്ട്, ഇന്ത്യയിൽ തന്നെ കേരളത്തിലാട്ടോ ഡയബറ്റീസ് കൂടുതൽ. കാരണം നമ്മുടെ ഭക്ഷണ രീതിയാണ്. അത്രമാത്രം കാർബോഹൈഡ്രേറ്റ്സ് വലിച്ചു കയറ്റാണ്. എന്നാൽ അധ്വാനം ഉണ്ടോ? അത് കത്തിക്കുന്നുണ്ടോ? നമ്മൾ എന്താണോ ഉള്ളിലേക്ക് കടക്കുന്നത് അത് നമ്മൾ ബേൺ ചെയ്യണം. അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റായി ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഫാറ്റായിട്ട് നമ്മൾ അടിഞ്ഞു കൂടിയാ പിന്നെ അത് ഫാറ്റി ലിവറിലേക്കും നമ്മുടെ ഈ പാങ്ക്രിയാസ് ഗ്രന്ഥിനെ ബാധിച്ച് അതൊക്കെ നമുക്ക് വളരെ ഗുരുതരമായ അസുഖങ്ങളിലേക്ക് നമുക്ക് പോകും. അപ്പൊ ഡിസീസ് ബ്രേക്സ് അവർ ലൈഫ്. നമ്മുടെ ലൈഫ് തന്നെ തകർക്കും. ഞാനെൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം നിങ്ങളോട്. കാരണം എനിക്ക് ചെറിയ ഡയബറ്റീസിന്റെ ഒരു സ്റ്റാർട്ടിങ് ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഹെൽത്ത് ചെക്കപ്പ് വർഷത്തിൽ ഞാൻ ചെയ്യും കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ ഒരു മിംസ് എന്ന ഒരു ഹോസ്പിറ്റലിൽ പോയി എൻ്റെ ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി ഞാൻ അവിടെ ഒരു ഹെൽത്ത് ചെക്കപ്പ് നിങ്ങൾക്കറിയില്ല, ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പിന് ഒരു ഉച്ചവരെയൊക്കെ സമയം ഉണ്ടാവും.
അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ആ ഹോസ്പിറ്റലിൽ ഫുഡ് കഴിക്കാൻ അവിടുത്തെ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാൻ ഫുഡ് ഓർഡർ ചെയ്തു. നല്ല തിരക്കാണ്, അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ്, നല്ല തിരക്കായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ഫുഡിന് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രായമായ ഒരു അമ്മ ഒരു വീൽ ചെയറിൽ എന്റെ തൊട്ടടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ അമ്മേനോട് ചോദിച്ചു, അമ്മ എന്താണ്, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? കാരണം നമ്മളൊരു പ്രായമായ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ. അങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പൊ അമ്മ എന്താണ് അസുഖം എന്ന് പറഞ്ഞ് ചോദിച്ചു. അങ്ങനെ കുശലാന്വേഷണമൊക്കെ നടത്തിയിരിക്കുമ്പോൾ ആ അമ്മ പറയാണ് ആ അമ്മയുടെ 2 കിഡ്നിയും തകരാറിലായി എന്നാണ്. 2 കിഡ്നിയും തകരാറിലായി, ഡയാലിസിസ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഭയങ്കര സങ്കടമായി, എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് അമ്മ ഇത് പറ്റിയത്? അപ്പൊ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മോനെ, നമ്മളെ വീട്ടില് ഒരുപാട് ഭക്ഷണങ്ങൾ ബാക്കിയാവും, ചോറ് അങ്ങനത്തെ. അപ്പൊ കളയണ്ടെന്ന് വിചാരിച്ച് ഞാനൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ കഴിക്കുമെന്ന്. അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ഒരു സ്ത്രീ ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിന് മാത്രമില്ല ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി, ആവശ്യത്തിന് മാത്രം നമ്മൾ കഴിക്കുക. അത് കളയണമെന്ന് വിചാരിച്ച് നമ്മൾ അത് അകത്തേക്ക് കടത്തരുത്, അകത്തേക്ക് ഇടരുത്. അകത്തേക്ക് ഇട്ടാൽ നമ്മളത് കത്തിക്കാനില്ല, അത് ബേൺ ചെയ്യാനില്ല കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നമുക്കും വരും. ഓക്കെ, അടുത്തതായി നമ്മൾ കൺക്ലൂഷൻ ചെയ്യാണ്. ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. നമ്മുടെ ശരീരത്തിനെ നമ്മൾ സംരക്ഷിക്കണം. കാരണം ഇറ്റ്സ് ദ ഓൺലി പ്ലേസ് യു ഹാവ് ടു ലൈവ്. അല്ലെ, എന്ത് മനോഹരമായ വേർഡാണ്, ജിം റോണിന്റെ നല്ലൊരു വേർഡാണ് അത്. നമ്മുടെ ബോഡിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, എത്രമാത്രം എന്നോ. കാരണം ആ ഒരു ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ എല്ലാം ഉള്ളത് നമ്മുടെ ശരീരത്തിലാണ്. സോ എൻ്റെ ലിസണർ, എന്നെ കേൾക്കുന്ന എല്ലാവരും ഇന്നു മുതൽ ഞാൻ ഈ പറഞ്ഞ ഹാബിറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തായാലും നിർബന്ധമായി ഇത് കൊണ്ടുവരണം. എക്സസൈസ് നമ്മുടെ ജിമ്മിൽ പോയിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ കളിക്കണം ഞാൻ പറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ 150 മിനിറ്റ് ആണ് നമുക്കുണ്ട്. അപ്പൊ ഒരു ദിവസം ഏകദേശം ഒരു 20 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എന്തെങ്കിലും ചേർത്ത് നമ്മളെ ശരീരത്തിനെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കണം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യുമല്ലോ? തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ഒരു ഹെൽത്തി ബോഡി നമുക്ക് ആവശ്യമാണ്, ഒരു ഹെൽത്തി മൈൻഡ് ആവശ്യമാണ്. ആ ഒരു ബോഡി ഹെൽത്തിയായി എന്നാൽ മാത്രമേ നമുക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാവും. സോ താങ്ക് യു. ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. താങ്ക് യു ഓൾ. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.